നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹാപ്പി ഞായറാഴ്ച. ഇന്ന് നമ്മുടെ കപ്പലണ്ടി വണ്ടി വെൽഡിങ്ങിനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്ത് അന്തരീക്ഷം അത്ര വലിയ മോശം കാണാനില്ല, എങ്കിലും കൂടിയിട്ട് മഴക്കാറുണ്ട്, മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കാലത്ത് വേഗം ആ ചേട്ടനെ വിളിച്ചു ചോദിച്ചു. നമ്മുടെ കടയിലത്തെ വെൽഡിങ് മെഷീൻ ഞാൻ ഇന്നലെ എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുകൊടുത്തു. ഗംഭീര മഴയായിരുന്നു നല്ല ഫുൾ ഡേ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാലത്ത് ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് മെഷീൻ ഒന്ന് വേണം, അപ്പോൾ നമുക്ക് ഇന്ന് വെൽഡ് ചെയ്യാനുള്ള ഒരു ഏകദേശം അന്തരീക്ഷം കാണാനുണ്ട്. ഒരു ഹാഫ് ടൈമോട് കൂടി കഴിയേണ്ടതാണ്. ഇപ്പോൾ ഈ മഴ നിൽക്കണ കാരണമാണ്. അപ്പോൾ സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചേട്ടൻ അപ്പോൾ കാലത്ത് തന്നെ പള്ളി പോയി വന്നിട്ട് ആൾ കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ കടയിൽ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ മെഷീൻ, പിന്നെ അതിൻ്റെ അക്സസറീസൊക്കെ. അപ്പം ഞാൻ നമ്മുടെ അടുത്തുള്ള ഗ്ലാസും കാര്യങ്ങളും ഇങ്ങനത്തെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് അടിക്കാൻ പോണത്. വേഗം ഇതിൻ്റെ ടോപ്പ് റൂഫൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കാലത്ത് ഒരു ഉടക്കി ടൂ വീലറിൻ്റെ ആക്സിലേറ്റർ കേബിൾ പൊട്ടി. കാലത്ത് കീ ഓൺ ചെയ്തിട്ട് വണ്ടി സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് എടുത്തപ്പോൾ തന്നെ അതൊന്ന് ഉടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആദ്യം നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് ഇത് അതിൻ്റെ ടോപ്പിലേക്ക് ഒരെണ്ണം ഇതാണ് ഞാൻ അന്ന് തൽക്കാലം വെച്ച് കട്ട് ചെയ്ത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, തൽക്കാലം വെച്ച് കട്ട് ചെയ്ത്. ഇതത്ര ഇവിടെ എയിമായിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇത് ടൂ വീലറിനിപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് സെറ്റാക്കേണ്ടി വരും. ആക്സിലേറ്റർ കേബിളാണ് വേണ്ട. റൂഫിങ് ഇങ്ങനെയാണ് കെട്ടിയേക്കണത്. പക്ഷേ ഇത് ചിലപ്പോൾ മഴ വന്നാൽ ഇങ്ങനെ ഊരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പ് വെൽഡിങ് തന്നെ ചെയ്താൽ തന്നെ സാധനം നിൽക്കുള്ളൂ. അപ്പോൾ എന്തായാലും വേഗം അതിൻ്റെ കാര്യങ്ങൾ നോക്കാം, മഴ വരുമ്പോഴേക്കും. അപ്പോൾ നമ്മുടെ മുന്നത്തെ വണ്ടർ ഷെഡാട്ടോ, അത് പൊളിച്ചിട്ട് റീച്ച് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ കുറച്ച് കൊല്ലായി, എന്നാലും പായൊന്നും കയറിയിട്ടില്ല. അന്നങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ കെട്ടി സെറ്റാക്കി വെച്ചു. വെൽഡിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് കയറ് കെട്ടുകയാണ് അറ്റാച്ച്. കയറ് കെട്ടുക. ഈ പെയിന്റും കൂടി വെച്ചാൽ കഴിഞ്ഞല്ലോ അച്ഛാ. പെയിന്റും കൂടി വെച്ചാൽ കഴിഞ്ഞു. പക്ഷേ ഇതാച്ചൊരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യാം. ടോപ്പ് ഭാഗേ നമ്മുടെ മുന്നത്തെ കപ്പലണ്ടി കൊണ്ടല്ലേ അപ്പൊ ഇവിടെ കുറച്ച് കൂടുതലാ, പക്ഷെ ഇവിടെ കുറച്ചാളോ. അത് വീതി കുറയുകൊണ്ടേ കുറച്ചും കൂടി ഒന്ന് ആകയാൽ മതി. അപ്പോൾ അത് റെഡിയാവും. അത് കുഴപ്പമില്ല, കുറച്ചല്ലേ ഉള്ളൂ. കയറുണ്ടേ അച്ചപ്പ മുകളിൽ കൂടെ ഷീറ്റ് ഇടാട്ടാ. ഈ സാധനം അല്ല വെള്ളം നിൽക്കാതിരിക്കുള്ളൂ.
അപ്പൊ ഇനി ഇതിന്റെ മുകളില് ഒരു ഷീറ്റ് കൂടി നമ്മള് ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഷീറ്റ് പോലത്തെ കറുപ്പ് ഷീറ്റ് ഫുള്ള് ഒരെണ്ണം കൂടി ഇടണം. എന്നിട്ട് നമ്മളിങ്ങനെ കയറിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടണം. ഇപ്പൊ കറുപ്പ് ഷീറ്റ് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കട തുറക്കില്ല. അപ്പോൾ നാളെ കാലത്ത് മേടിച്ചിട്ട് ഷീറ്റ് വേഗം ടോപ്പിലിട്ടിട്ട് മൊത്തം കയറ് ചുറ്റിയെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പലണ്ടി വണ്ടിയുടെ ഒരു ഇതെല്ലാം പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നാളെ പോയിട്ട് കപ്പലണ്ടി വറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ ചെറിയ ഷീറ്റ് കഷ്ണങ്ങളുണ്ട്, അതവിടെ കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കയറ്റിയെടുക്കും. അപ്പോൾ ഒരുവിധം ഇന്നത്തെ കപ്പലണ്ടി വണ്ടിയുടെ വെൽഡിങ് പരിപാടികളൊക്കെ കഴിച്ചു. റൂഫ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടി. വാവുന്ന കാണിച്ചു ഇതിന് ഉൾഭാഗമൊക്കെ കാണിച്ചു കൊടുക്കും. ഉൾഭാഗമൊക്കെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതേപോലെ ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കി നമ്മൾ കെട്ടുട്ടാ. ഇതെല്ലാം അങ്ങനെ മുകളിലൊരു ഷീറ്റും കൂടി വന്നാലേ ഇതിങ്ങനെ മടക്കി കെട്ടാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഒരു പെയിൻറ്റ് കൂടി അടിക്കണം. പെയിൻറ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, അപ്പോൾ റൂഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പായം കൂടി ഇട്ടിട്ട് നമ്മളിതിൻ്റെ മൊത്തം കവർ ചെയ്തിട്ട്, അപ്പോൾ മുന്നേ ഇട്ടുണ്ടായിരുന്ന ചെറിയ കപ്പലണ്ടി വണ്ടിയുടെ ഷീറ്റാണ് ഇപ്പോൾ ഈ കാണുന്ന ബ്ലൂ ടാ. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിലിട്ടു. ഇത് ശരിക്കും ഏറ്റവും മുകളിൽ വരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിലിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഹോളുകളൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഉള്ളിലിട്ടു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ടെമ്പറുള്ള ഷീറ്റ് റെക്സിൻ പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൊരു ബ്ലാക്ക് ഷീറ്റ് കൂടി ഇട്ടിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്താലാണ് ഇത് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ വെള്ളം കുണ്ടം ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ മുകളിൽ ഇച്ചിരി വെയിറ്റുള്ള സാധനം ഇടുന്നത്. പിന്നെ ഇങ്ങനെ കയറിങ്ങനെ അടുപ്പിച്ച് കെട്ടിയതുകൊണ്ട് കൂടുതൽ ലോഡും ഇല്ല ടോപ്പിൽ, എന്നാൽ വെള്ളം വീഴില്ല എന്നുള്ളതാണ്. കൂടുതൽ പൈപ്പുകൾ ഇതേപോലത്തെ പൈപ്പ് നമ്മൾ മുകളിൽ കയറ്റുമ്പോൾ വണ്ടിക്ക് വെയിറ്റ് കൂടും, പിന്നെ ഈ വീല് താങ്ങില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നിട്ടുണ്ടായിരുന്നത് തകരത്തിൻ്റെ ഷീറ്റായിരുന്നു. ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, തകര ഷീറ്റാണ്. അത് കാറ്റ് പിടിക്കുകയാണ്, കൂടുതലായിട്ട് കാറ്റ് പിടിച്ചിട്ട് വണ്ടി അടക്കെടുത്ത് മറയ്ക്കണ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാവുമ്പോൾ നമ്മൾ മറ്റേത് ഒറ്റ സ്ലോപ്പായിരുന്നു, ഒരു സൈഡിൽ നിന്ന് ബാക്കിലേക്ക് ഒരൊറ്റ സ്ലോപ്പായിരുന്നു. ഇതിപ്പോൾ നമ്മളിങ്ങനെ സെൻറ്റർ ഇങ്ങനെ കൂച്ചു പോലെ കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും സ്ലോപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം വണ്ടി ഇപ്പോൾ അതാ അങ്ങോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ്. മഴ വരാനുള്ള ഒരു ലക്ഷണമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പിൽ ഇടുന്ന ഷീറ്റ്. ഇതൊരു മുറി പീസുകളാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു ബ്ലാക്ക് പെയിൻറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് മൊത്തം ഒന്ന് അടിക്കണം. അതിൻ്റെ ഒരു നമ്മുടെ ആ ഒരു മഴയുടെ അന്തരീക്ഷം നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു സമയം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെൽഡിങ് സെറ്റ് വേഗം കൊണ്ടെടുക്കാൻ പോകണം ആ കടയിൽ. എന്നിട്ട് അവിടുത്തെ വാടക 200 രൂപയാണ് പറഞ്ഞത്. ജംഗ്ഷൻ ബോക്സ്, അതായത് എക്സ്ട്രാ ഒരു ബോക്സും കൂടി എടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സിനും കൂടി അടക്കം നമുക്ക് 230 രൂപ ചാർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയം എന്തായാലും തെറ്റിക്കുന്നില്ല. നമ്മുടെ വെൽഡിങ് കാര്യങ്ങളൊക്കെ ശേഷം കഴിഞ്ഞു. ഇനി നമ്മളത് കൊണ്ടുകൊടുക്കണം കേട്ടോ. ഇനി മൊത്തം ഒന്ന് പെയിൻറ്റ് അടിച്ചിറക്കി കഴിഞ്ഞാൽ സാധനം സെറ്റ്. ഇനി നമ്മളിപ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള വണ്ടിയുടെ വീഡിയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നേരെ ഇനി നമ്മൾ കപ്പലണ്ടി റോട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് വറക്കുമ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു ഇതും കൂടി എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പലണ്ടി വണ്ടിയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ലെങ്ത്തിൽ നിന്നിട്ട്, അതായത് ഈ ഒരു ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കപ്പലണ്ടി വറുത്ത് കൊടുക്കുക. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അങ്ങനെ എല്ലാ വശത്തേക്കും നമുക്ക് കൊടുക്കാനുള്ള ഒരു ഇത്. പക്ഷേ ഈ കാണുന്ന ഈ ഒരു ബ്ലോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പാനിപൂരിയുടെ വണ്ടിയായിരുന്നു. പാനിപൂരിയുടെ ഒരു ഇതായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് നമ്മൾ പാനിപൂരി ഡിസ്പ്ലേക്കൊക്കെ വയ്ക്കുക. അതുപോലെ തന്നെ ഉള്ളിലും ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഈ വണ്ടി ഒന്ന് തൽക്കാലം നമ്മളിപ്പോൾ ആദ്യം കപ്പലണ്ടി ചെയ്തിട്ട് അതിന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ബഡ്ജറ്റ് കൊണ്ട് വേണം പാനിപൂരിയിലേക്ക് തുടങ്ങാൻ. പാനിപൂരി പറയുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വേണം, കുറേ സാധനങ്ങൾ ഇനി പാലക്കാടൊക്കെ പോയിട്ട് എടുക്കണം. അപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പാനിപൂരി തുടങ്ങിയേനെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 10 രൂപയുടെ കപ്പലണ്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. എന്നിട്ട് വേണം നമുക്ക് പാനിപൂരിയിലേക്ക് കടക്കാൻ.